എന്നും വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ഒരു അടിയിലുള്ള കമൻറ്റാണ് മാമിൻ്റെ സൽവാർ കൊള്ളാലോ എന്ന്. അപ്പം ഞാൻ ഓർത്തു ആ മെറ്റീരിയൽ ആ സെയിം മെറ്റീരിയൽ അല്ല കേട്ടോ, ഞാൻ ഇട്ടിരിക്കുന്നത് ഓർഗൻസയിലാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഷാഡോ വർക്ക് പോലെയാണ് തോന്നുക. ബാക്ക് പീസ് ഞാൻ പ്ലെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഈ ലേസൊക്കെ നമ്മൾ ഡൈ ചെയ്ത് ഇടയിൽ വെച്ചിരിക്കുന്നതും പ്ലീറ്റും പിൻടെക്സ് ഒക്കെ അടിച്ചിരിക്കുന്നത് വേറെ പാറ്റേണിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സെക്ഷനിലുള്ള ഏത് മെറ്റീരിയൽ വന്നാലും വരുന്ന സ്പീഡിൽ തീരുന്ന സംഭവമാണ് കേട്ടോ. കാരണം അതിനൊരു വേറെ ക്ലാസ്സാണ്. സാരി ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് വെഡ്ഡിങ്ങിനാണെങ്കിൽ, വെഡ്ഡിങ് അല്ല, ഒരു ബാപ്റ്റിസം ഫംഗ്ഷൻ ആയിരുന്നു, ഞാൻ ആൾക്ക് ഇതുപോലെ ഈ ഷാഡോ വർക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ബ്ലൗസാണ് ചെയ്തത്. എന്നിട്ട് ചന്ദേരിയുടെ പ്ലെയിൻ മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ 3 കളറിൽ ഷെയ്ഡിങ്ങിൽ ഡൈ ചെയ്ത് 3 സൈഡ്സിൽ ലേസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു യുണീക്ക് പീസായി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ്. റേറ്റ് 1095. പല റേഞ്ചസ് ആട്ടോ വരുന്നത്, 895 അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിന് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. കണ്ടോ, കളർ കോമ്പിനേഷൻ ഓൺ വൈറ്റ് വന്നിട്ട് ഇതുപോലത്തെ കളേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ മെറ്റീരിയൽ ഡയബിൾ ആണ്. ചെയ്യാൻ നല്ലത് പേസ്റ്റൽ ഷെയ്ഡ്സിലോട്ടാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ലൈറ്റ് ടോൺസിലോട്ടാണ് ഇത് ഡൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ത്രെഡ്സ് എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കും. ബേസ് ഷെയ്ഡാണ് കളർ മാറുന്നത്. അപ്പോൾ കളർ മാറി യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ആവാം. ഈ വന്നിരിക്കുന്നത് എല്ലാം കോട്ടയിലാണ്, കോട്ട ചെക്സിലാണ് കേട്ടോ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നത് ഓർഗൻസയാണ്. അപ്പോൾ റേഞ്ച് വൈസും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ചെയ്തു വന്നാൽ നല്ലൊരു ക്ലാസ് പീസാണ്.